ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് പൊറാട്ട അല്ലെങ്കിൽ സ്വീറ്റ് നാൻ ഉണ്ടാക്കി നോക്കാം. ഇത് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് പാലിൽ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 2 ടേബിൾ സ്പൂണോളം ഈസ്റ്റും കൂടി ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ്. ഇതെനിക്ക് ഡയറക്റ്റ് വേണമെങ്കിലും മാവിലേക്ക് ഇടാം, പക്ഷേ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി 4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈസ്റ്റും പാലും കൂടി ചേർന്നിട്ടുള്ള മിക്സും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഈ പാല് ചെറിയ ചൂടുള്ള പാലാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പം ആവശ്യത്തിന് നിങ്ങൾക്ക് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം പാല് വീണ്ടും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുഴയ്ക്കാനായിട്ട്. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കണം. എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയപ്പോഴത്തേനും ഇത് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത മാവ് എനിക്ക് കുഴയ്ക്കാനും പരത്താനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് പരത്തുകയൊക്കെ ചെയ്യുമ്പം അധികം ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഏതാ കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്ത ഈ പോർഷൻ ഞാനിതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഇത് അധികം കട്ടി കുറയ്ക്കാതെ പരത്തിയ ശേഷം ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന ബട്ടറാണ്, അപ്പോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇതിന് ലെയറുകൾ കിട്ടാനായിട്ട് നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ പരത്തുമ്പം ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഇത് പരത്താനായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരത്തുമ്പോൾ ബട്ടർ ചാടി വരുന്നത് പോലെയോ അല്ലെങ്കിൽ ബട്ടർ സോഫ്റ്റായിട്ട് പരത്താൻ പാട് വരുകയോ ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് വെച്ച ശേഷം വീണ്ടും എടുത്ത് പരത്താവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഡോവ് ഞാൻ ഒന്നുകൂടി എടുത്ത് അതൊന്ന് പരത്തിയ ശേഷം വീണ്ടും നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് ഞാൻ കുറച്ച് മൈദയൊക്കെ ഡസ്റ്റ് ചെയ്ത് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് ഇത്ര ഷുഗർ ജസ്റ്റ് ഇനഫ് ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഞാൻ പല കളർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് 1 ടീസ്പൂണോളം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഒട്ടിപ്പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് വാട്ടർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എഡ്ജിൽ. എന്നിട്ട് ഒന്നുകൂടെ റോൾ ചെയ്യുമ്പോഴത്തേനും അതിൽ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ത്രെഡ് ഉപയോഗിച്ചോ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ത്രെഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ ത്രെഡ് ഉപയോഗിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു എഗ്ഗ് വാഷ് കൊടുക്കാം. എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓവൻ 350 ഡിഗ്രിയിൽ 25 മിനിറ്റ്സോളം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വീറ്റ് പൊറോട്ട അല്ലെങ്കിൽ സ്വീറ്റ് നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.